സലിം മടവൂർ സലിം മടവൂരിൻ്റെ പാർട്ടി ഇനി എത്ര കാലം കേരളത്തിലെ LDF തുടരും എന്ന കാര്യത്തിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ നിൽക്കുകയാണ്. ശ്രീ സലിം മടവൂര്, ഈ ഗീവർഗീസ് കൂറിലോസ് തിരുമേനി അദ്ദേഹം എന്നും ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിച്ച ഒരു ആത്മീയ നേതാവാണ്. അദ്ദേഹം എന്നും പിണറായിയെ പിന്തുണച്ച ഒരു ആത്മീയ നേതാവാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതായത് കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. തിരുത്തുമെന്ന് നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ്. പക്ഷേ അത് തൊലിപ്പുറത്തുള്ള തിരുത്തലാവരുത്. രോഗം ആഴത്തിലുള്ളതാണ്. ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണം. ഇടതുപക്ഷം ഇടത്ത് തന്നെ നിൽക്കണം. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും, ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല. അങ്ങനെ പറഞ്ഞ ഒരു ബിഷപ്പിനെ ഇദ്ദേഹം വിവരദോഷി എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പിണറായി വിജയൻ നേരത്തെ നികൃഷ്ടജീവി എന്ന് പറഞ്ഞൊരു ബിഷപ്പിനെ അധിക്ഷേപിച്ചു. ഇപ്പോഴിതാ വിവരദോഷി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇയാളെ പിടിച്ചു കെട്ടാൻ ഇടതുമുന്നണിയിലുള്ള, പാർട്ടിയിൽ ആർക്കും ആർജവമില്ല, ഇടതുമുന്നണിയിലുള്ള ഏതെങ്കിലും ഘടകകക്ഷിക്ക് ആർജവമുണ്ടോ, ചങ്കൂറ്റമുണ്ടോ? അല്ല, ഈ CPM-ന്റെ നേതൃത്വം തന്നെ വേണ്ട തിരുത്തലുകൾ വരുത്തുമെന്ന് പറഞ്ഞു. പാർട്ടിയുടെ CPM-ന്റെ മുഖ്യമന്ത്രി തന്നെ പറയുന്നു തിരുത്തുമെന്ന്. എന്തായാലും തിരുത്താതെ വയ്യല്ലോ. കേരളത്തിൽ 20 നിയോജക മണ്ഡലങ്ങളിൽ 19 നിയോജക മണ്ഡലങ്ങളിലും വലിയ മാർജിനിൽ പരാജയപ്പെടുന്നു. അതിൽ ആറ്റിങ്ങൽ ഒഴിച്ചുള്ള മണ്ഡലങ്ങളിലൊക്കെ വളരെ വലിയ മാർജിനിൽ പരാജയപ്പെടുന്നു. കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോ. വലിയ മാർജിനിൽ പരാജയപ്പെടുന്നു. ഒരു സീറ്റിൽ നാമമാത്രമായ ഭൂരിപക്ഷത്തിന് വിജയിച്ച ഒരനുഭവത്തിൽ ഈ ഒരു ഗവൺമെന്റ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണ്ട തിരുത്തലുകൾ വരുത്തിയേ പറ്റുള്ളൂ. ഏതൊക്കെ നയങ്ങളിലാണ്, ഏതൊക്കെ നിലപാടുകളിലാണ് വീഴ്ച പറ്റിയത്, ഭരണരംഗത്ത് എന്തൊക്കെ പരാജയം ഉണ്ടായിട്ടുണ്ട്, സർക്കാരിന്റെ പ്രവർത്തനത്തിൽ എവിടെയാണ് പരാജയം ഉണ്ടായത്, ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ അതൊക്കെ പരിശോധിച്ചുകൊണ്ട് വേണ്ട തിരുത്തലുകൾ വരുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ സ്വഭാവം. ഇടതുപക്ഷം തീരുമാനി പറഞ്ഞത് വളരെ ശരിയാണ്. ഇടതുപക്ഷം ഇടതുപക്ഷത്തെ തന്നെ നിൽക്കണം. അത് മത സംഘടനകളുമായി അമിതമായ കൂട്ടുകെട്ടുണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ശ്രമിക്കാൻ പാടില്ല. എന്റെ അക്കാലത്തെ നിലപാടതാണ്. 1987 TK നായനാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ നേരിട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് യഥാർത്ഥ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് മത സാമുദായിക സംഘടനകളെ, വർഗീയ സംഘടനകളെ, അത്തരം സംഘടനകളെ കൂടുതലായിട്ട് കൂട്ടിക്കൊണ്ടുവരികയും അവരുമായി ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പരമ്പരാഗതമായി ഇടതുപക്ഷ നയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ ഒരു പക്ഷേ വോട്ടിംഗ് പാറ്റേണിൽ അല്ലെങ്കിൽ വോട്ടിംഗ് സംവിധാനത്തിൽ നിന്ന് പുറകോട്ട് പോയിരിക്കാം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പല അമാന്തവും പിന്മാറ്റവും ഒക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ഒരു യഥാർത്ഥ ഇടതുപക്ഷമാണ് രൂപപ്പെടേണ്ടത്. മത സാമുദായിക ശക്തികൾ കൃത്യമായി. സലിം മടവൂർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്, ശബ്ദം പുറത്തു വരുന്നില്ല. അത് യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇടതുപക്ഷം. അല്ലാതെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സംഘടനകളെയോ ഏതെങ്കിലും സാമുദായിക സംഘടനകളെയോ കൂട്ടുപിടിച്ചുകൊണ്ട് എളുപ്പത്തിൽ ജയിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ സ്വഭാവമല്ല. അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് നിലപാടിൽ വെള്ളം ചേർത്തു, നിലപാടിൽ വ്യതിയാനം ഉണ്ടായി അല്ലേ? അല്ല, നിലപാടിൽ വെള്ളം ചേർത്ത് എന്നല്ല, സാമുദായിക സംഘടനകളോട് കൃത്യമായ അകലം പാലിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായ അകലം പാലിച്ചുകൊണ്ട്, അല്ലാതെ സാമുദായിക സംഘടനകളെ മാത്രം കയ്യിലെടുത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് അവരുടെ പ്രലോഭനത്തിൽ അല്ലെങ്കിൽ അല്ല. സലിം മടവൂർ, ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇദ്ദേഹം മുസ്ലിങ്ങളെ മാത്രമേ കൂടെ കൂട്ടിയുള്ളൂ എന്നാണ്. ആ ഈഴവ വിഭാഗത്തെ ഒക്കെ അവഗണിച്ചു എന്നുള്ള ഒരു ആക്ഷേപമാണ്. അതുകൊണ്ട് അവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചു എന്ന ആക്ഷേപമാണ്. താങ്കൾ പറയുന്നു സാമുദായിക സംഘടനകളുടെ കൂട്ടത്തിൽ അങ്ങനെയൊന്നും കൂട്ടുന്നൊന്നുമില്ല. ഇദ്ദേഹത്തിന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, അത് പ്രകടമായതല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ. അല്ല, എല്ലാ സാമുദായിക സംഘടനകളെയും നിർത്തേണ്ടിടത്ത് നിർത്തണം. TK നായനാരൊക്കെ അങ്ങനെ നിർത്തിയാണ്. ഇപ്പോഴും അങ്ങനെ ഇടതുപക്ഷം അങ്ങനെ നിർത്താൻ ശ്രമിക്കുന്നതാണ്. എന്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇടയ്ക്ക് സാമുദായിക സംഘടനകൾ അമിതമായി ആശ്രയിക്കുന്ന ഒരു സാഹചര്യം വന്നു എന്ന് എന്നെ പോലെ പലരും സംശയിക്കുന്നുണ്ട്. അതുണ്ടാവാൻ പാടില്ല. അവരെ കൃത്യമായ ദൂരത്തിൽ മാറ്റി നിർത്തണം. അവരെ തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളുടെ മുഖ്യധാരയിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഓരോ വിവിധ ക്യാമ്പയിനുകൾ, ആ ക്യാമ്പയിനുകളൊക്കെ മത നേതാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്നതിന് പകരം രാഷ്ട്രീയമായി ആ ക്യാമ്പയിനുകൾ നടത്താനാണ് ഇടതുപക്ഷം ശ്രമിക്കേണ്ടത്. ഏതെങ്കിലും മത നേതാക്കളെ അതിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ അത് പൗരത്വ ഭേദഗതി ബില്ലാവട്ടെ,
അല്ലെങ്കിൽ മറ്റുള്ള നിയമങ്ങളാവട്ടെ, അവിടെയൊക്കെ അതാത് മതസംഘടനകളുടെ നേതാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ക്യാമ്പയിൻ നടത്തിയപ്പോൾ ഒരു പക്ഷേ മറ്റു മതക്കാർ ഇതൊരു മതത്തിന് വേണ്ടി നടത്തുന്ന ക്യാമ്പയിൻ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്തരം ക്യാമ്പയിനുകൾ രാഷ്ട്രീയമായി പൊളിറ്റിക്കലായിട്ട് നടത്തണം. മതസംഘടനകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയാൽ തെറ്റിദ്ധാരണയുണ്ടാവും. അതുകൊണ്ട് അതേപോലെ തന്നെ വിവിധ പ്രവർത്തനങ്ങൾ. അപ്പോൾ അത് രാഷ്ട്രീയം, മതേതര രാഷ്ട്രീയം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം, രാഷ്ട്രീയത്തിന്റെ മുഖമാണ് അതിന് നൽകേണ്ടത്, അല്ലാതെ മതത്തിന്റെ മുഖം നൽകരുത്. കുറെ മത നേതാക്കളെ മുന്നിൽ സീറ്റിൽ കസേരയിൽ ഇരുത്തിക്കൊണ്ട് ഇവരൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് വരുത്തി തീർക്കുമ്പോൾ മറ്റു മതക്കാർ ഒരുപക്ഷെ അകലം പാലിച്ചിരിക്കാം, ഈ മുന്നണിയുമായി അകന്നു പോയിരിക്കാം. അപ്പൊ അത്തരൊരു സാഹചര്യം ഉണ്ടാവരുത്. രാഷ്ട്രീയത്തിൽ മതത്തെയും മതത്തിൽ രാഷ്ട്രീയത്തെയും കൂട്ടിക്കെട്ടരുത്. രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ, അവർ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ, വേദികളിൽ മത നേതാക്കളെ കയറ്റിയിരുത്തിക്കൊണ്ട് അവരുടെ വോട്ട് പിടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം പരാജയപ്പെടുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുന്നു. അല്ല സലീം മടവൂർ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ തിരുത്തണം എന്ന് താങ്കൾ ആവർത്തിക്കുകയുണ്ടായി. ആരാണ് സലീം മടവൂർ തിരുത്തേണ്ടത്? ആരാണ് തിരുത്തേണ്ടത്? നോക്കൂ, ഇവിടെ CPM-നെ നിയന്ത്രിക്കുന്ന ആരാ? പിണറായിയാണ്. ഇടതുമുന്നണിയെ നിയന്ത്രിക്കുന്ന പിണറായിയാണ്. സർക്കാരിനെ നിയന്ത്രിക്കുന്ന പിണറായിയാണ്. എല്ലാ അധികാരവും ഒരാളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമാണ്. ഇല്ല എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? അത് നിഷേധിക്കാൻ പറ്റുമോ? അപ്പോൾ നോക്കൂ, തിരുത്തൽ പ്രക്രിയ തുടങ്ങേണ്ടത് പിണറായിയിൽ നിന്ന് തന്നെയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചപ്പോൾ ഇതേപോലെ സമാനമായിട്ടുള്ള തിരിച്ചടി ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ? എൻ്റെ ശൈലിയാണ്, അതിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പിണറായി ഇപ്പോൾ പറയുന്നുണ്ട് തിരുത്തണമെങ്കിൽ തിരുത്തുന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴും തിരുത്തും, പരാജയം സംഭവിച്ചു എന്നൊന്നും ഇപ്പോഴും പിണറായി പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, അത് തിരുത്തുന്നു പറഞ്ഞെങ്കിലും തിരുത്തുന്നു താങ്കൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടി കരുതുന്നുണ്ടോ? അല്ല, എന്താ സംശയം? ഇടതുപക്ഷത്തിന്റെ സ്വഭാവം തിരുത്തലാണല്ലോ. തിരുത്തണം, നമ്മുടെ ചെലവുകൾ കുറയ്ക്കണം, ആളുകൾക്കിടയിൽ സർക്കാർ ചെലവ് ചുരുക്കുന്നു എന്നുള്ളൊരു ധാരണ, സന്ദേശം ശക്തമായിട്ട് കൊടുക്കണം. എന്നാൽ അത് എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ഈ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ നടത്തുന്ന പോരാട്ടത്തിന്റെ യഥാർത്ഥ അന്തസ്സത്ത ഉൾക്കൊള്ളണമെങ്കിൽ മുന്നിൽ നടക്കുന്നവര് സ്വാഭാവികം, ഞാൻ പൊതുവായിട്ട് പറയാം, സാമ്പത്തിക ചെലവ് പരമാവധി കുറച്ചുകൊണ്ട് വരണം. ആളുകളോട് വളരെ എളിമയോടുകൂടി സർക്കാരിന്റെ ഭാഗമായ ആളുകൾ പ്രവർത്തിക്കണം. മന്ത്രിമാര്, MLA-മാര്, മറ്റുള്ള ആളുകളൊക്കെ തന്നെ ജനങ്ങളെ യജമാനന്മാരായി കണ്ടുകൊണ്ട് എളിമയോടുകൂടി പ്രവർത്തിക്കണം. അല്ലാതെ തങ്ങളെ കീഴിലുള്ള കീഴാളരായിട്ട് ജനങ്ങളെ കാണുന്ന രൂപത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്വഭാവമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അവിടെ മന്ത്രിമാർ എളിമയോടുകൂടി പെരുമാറണം. ആ എളിമയുടെ ഭാഗമായിട്ടാണ് രാധാകൃഷ്ണൻ, ശ്രീ കെ രാധാകൃഷ്ണൻ മന്ത്രി, അദ്ദേഹം ഈ ആലത്തൂരിൽ നിന്ന് വിജയിച്ചതിന്റെ ഒരു പ്രധാന ഘടകം താഴെ തട്ടിൽ കൃത്യമായ ഇടപെടലാണ്. മറ്റുള്ളവർക്ക് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു, പല കാരണം കൊണ്ടാണ് പരാജയപ്പെട്ടത്. മന്ത്രിമാരും ജനങ്ങൾക്കിടയിലേക്ക്. അല്ല, നേരത്തെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ആ പാവം രാധാകൃഷ്ണനാണ് മന്ത്രിസഭയിലെ ഏക ദളിത് പ്രതിനിധി. അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് നിർത്തി. അദ്ദേഹം നേതൃനിരയിലേക്ക് ഉയർന്നു വരേണ്ട ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറേണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി നിർത്തി ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് അയച്ചു. പിണറായിയുടെ ഒരു മുന്നിലുണ്ടായിരുന്ന ഒരു ഭീഷണിയെ തൽക്കാലം അദ്ദേഹം ആ ഭീഷണി പിഴുതെറിഞ്ഞു. അല്ല, അതൊക്കെ വെറുതെ പലതരത്തിലുള്ള ആരോപണം ഉന്നയിക്കുകയാണ്. അതിലൊന്നും കാര്യമല്ല. അതൊക്കെ വെറുതെ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ആരോപണം ഉന്നയിക്കാം? പിന്നെ ഈ നേരത്തെ ഒരു ആരോപണം ആളുകൾ പറഞ്ഞത് ശ്രീ കെ സുരേന്ദ്രനെ വയനാട്ടിൽ നിർത്തിയത് തൃശ്ശൂരിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ, അതൊക്കെ വെറുതെ രാഷ്ട്രീയത്തിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. അതൊക്കെ ആളുകൾക്ക് എന്തും പറയാം. പക്ഷെ ഇവിടെ കെ രാധാകൃഷ്ണനെ അവിടെ ആലത്തൂരിൽ നിർത്തിയത് മണ്ഡലം പിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വോട്ട് കിട്ടി, അദ്ദേഹം വിജയിക്കുന്നു. ആ നിയോജക മണ്ഡലത്തിൽ നല്ല മത്സരത്തിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ആറ്റിങ്ങലിൽ നിസ്സാരമായ വോട്ടിന് പരാജയപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ജനപിന്തുണ ഉണ്ട്. വി ജോയി MLA-ക്ക് നല്ല ജനപിന്തുണ ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മൊത്തത്തിൽ ഇടതുപക്ഷത്തിന്റെ മന്ത്രിസഭയിലുള്ള അംഗങ്ങളൊക്കെ തന്നെ വളരെ എളിമയോടുകൂടി ജനങ്ങൾക്കിടയിൽ പെരുമാറുകയും കൂടുതൽ മാതൃകാപരമായ പ്രവർത്തനം, നേരത്തെയുള്ള ഇടതുപക്ഷത്തിന്റെ സ്വഭാവത്തിലേക്ക് പാലോളി മുഹമ്മദ് കുട്ടിയും അതുപോലെയുള്ള ആളുകളുടെ ഒക്കെ ഒരു കാലഘട്ടത്തിലെ ഇടതുപക്ഷത്തിന്റെ ആ എളിമയിലേക്ക് എല്ലാ മന്ത്രിമാരും, ആരും ഇല്ല എന്നല്ല, എല്ലാവരും എളിമയുള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ അവരെ മാതൃകയാക്കിക്കൊണ്ട് ഒന്നുകൂടെ എളിമയുള്ള രാഷ്ട്രീയ ജീവിതത്തിലേക്ക് എല്ലാവരും കടന്നു വരുന്ന സമയത്ത് ഇടതുപക്ഷത്തിന് കൂടുതൽ സ്വീകാര്യത ഉണ്ടാവും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വീണ്ടും നല്ല ഭൂരിപക്ഷത്തോടുകൂടി മൂന്നാം LDF സർക്കാർ വരും. മൂന്നാം LDF സർക്കാർ കേരളത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എങ്ങനെ വേണ്ട തിരുത്തലുകൾ വരുത്തിയത്. ഓക്കെ പാണ്ഡ്യാല ഷാജി,
അതായത് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം ചെയ്ത പാറപ്രം അല്ലേ, പാറപ്പുറത്ത് പോലും തിരിച്ചടി ഉണ്ടായി. മാത്രമല്ല, താങ്കളിപ്പോൾ ഇരിക്കുന്ന പിണറായിൽ തിരിച്ചടി ഉണ്ടായി. പിണറായി വിജയൻ വോട്ട് ചെയ്ത ആ ബൂത്തിൽ അല്ലേ പാർട്ടി താഴെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇടതുമുന്നണിയുടെ പല ശക്തി കേന്ദ്രങ്ങളിലും പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വലിയ തിരിച്ചടി ഉണ്ടായില്ലേ അല്ലേ? അപ്പോൾ കണ്ണൂരിൽ ഇരുന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, കണ്ണൂരും മാറി ചിന്തിച്ചില്ലേ പണ്ഡ്യാല ഷാജി? തീർച്ചയായും കണ്ണൂർ മാറി ചിന്തിച്ചൊന്നുമില്ല. ഇവര് ഈ പറഞ്ഞ സലീം മടവൂർ പറഞ്ഞിരിക്കുന്ന സാധനം അങ്ങനെ നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടാ. മൂന്നാം തവണയും ഇടതുപക്ഷം വരണം. മൂന്നാം തവണയും ഇടതുപക്ഷം വരുമ്പോൾ മാത്രമാണ് അതിന്റെ ഏറ്റവും ഗംഭീരമായിരിക്കുന്ന അധ്യായം, ജനത്തിന്റെ ഉത്സവം എങ്ങനെയാണ്, ഉത്സവം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് കേരളം തിരിച്ചറിയാൻ പോകുക. അതിന്റെ മിനിയേച്ചറാണ് ഇപ്പൊ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വിഷയം. അതല്ല ഞാൻ പറയുന്നത്. സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ പിണറായി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിനകത്ത് ഇപ്പൊ ഞാൻ മറ്റൊരു ഉദാഹരണം ഇടയിൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ പിണറായി പെരുമ എന്ന പേരിൽ നടക്കുന്ന ഒരു വലിയ ദുരൂഹമായ ഒരു ആഘോഷ പരിപാടി, ഒരു 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി. അതിന് ആളുകൾ പെരുമ എന്ന വാക്കിന്റെ അടുത്ത് അവിടെ മുമ്പിൽ വെക്കുന്ന വേറൊരു ആൽഫബറ്റ് എന്താണെന്ന് എ എന്ന വാക്കാണ് അതിന്റെ കൂടെ വെക്കുന്നത്. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ അതിനെ കുറിച്ച്. അങ്ങനെയാണ് ആളുകൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ വിശേഷിപ്പിക്കുന്ന സ്ഥലത്തിനകത്ത് ഈ പറയുന്ന ഇപ്രാവശ്യം വന്നിരിക്കുന്ന പരിപാടിക്ക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ക്രമം അല്ലെങ്കിൽ ചെലവുകൾ വളരെ കമ്പാരിറ്റീവ്ലി മറ്റു പരത്തിനെ അപേക്ഷിച്ച് കുറവായിരുന്നു. ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ, ഇലക്ഷൻ മറ്റ് സംവിധാനങ്ങൾ. പക്ഷേ അതിന് മുൻപ് നടന്നിരിക്കുന്ന 4-5 വർഷക്കാലത്ത് നടത്തിയിരിക്കുന്ന പരിപാടികൾക്ക് തള്ളിയിരിക്കുന്ന പണങ്ങളുണ്ട്, കോടികളാണ്. ഈ പണം ഇവിടെ നിന്ന് വന്നു? ഒരാൾ ചോദിച്ചിട്ടില്ല. കോടികളാണ് നൽകുന്നത്. ഈ കോടികൾ തന്നെ ഇപ്പൊ അമേരിക്കയിൽ അവിടെ എന്താ പറയാ പ്രാക്ടീസിന് പോയിരിക്കുന്ന ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവിടെ നൃത്തം അവതരിപ്പിക്കാൻ പോയിരിക്കുന്ന നടിമാരെ കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുന്നത് പബ്ലിക്കിനോട് അതൊക്കെ ഞാൻ വിളിച്ചത് കൊണ്ട് വന്നതാണ്. ഇയാളുടെ ഔദാര്യത്തിന് അവർ വരുമോ? ഈ വരുന്നതിന് ഒരാൾക്ക് വരാതിരിക്കുന്നതിന്റെ ഫ്ലൈറ്റ് ഫെയർ മാത്രം എത്രയാണ്? ഇങ്ങനെ വരുന്ന ഒരുപടി സംഭവത്തിന്റെ മുകളിൽ ഇത്രയും ധൂർത്തും ഇതെല്ലാം നടത്തുമ്പോഴും നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഞാൻ മിസ്റ്റർ സലീം മടവൂരിനോട് പോലും ഞാൻ പറയാം, പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിൽ വെച്ച് അവിടെ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് ഈ ആഘോഷ പരിപാടി നടത്തിയ 10 രൂപയുടെ കച്ചവടം അവിടെ നടന്നു എന്ന് നിങ്ങൾ സ്ഥാപിച്ചു പറയുകയാണെങ്കിൽ ഞാൻ ഈ അകത്ത് പോയി ഞാൻ മാപ്പ് പറയും. ഒരു ഇടപാടും നടക്കുന്നില്ല. അതിനകത്ത് വെക്കുന്ന മുഴുവൻ ഇലുമിനേഷന്റെ സംഭവം അത് പുറത്താണ്. അതിന് വരുന്ന മറ്റു ഡെക്കറേഷൻ സംഭവം അത് പുറത്താണ്. വാടകയ്ക്ക് വെക്കുന്ന മറ്റു സാധനങ്ങൾ എല്ലാം പുറത്താണ്. ഒന്നും ഈ പിണറായി എന്ന് പറയുന്ന ഗ്രാമവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ സാധനം പോലും ഈ പറയുന്ന പരിപാടിയുടെ കൊഴുപ്പിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും ഒന്നുമില്ല, ഒരു വസ്തുവില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോഴുണ്ടായിരിക്കുന്ന പണം എന്താ, എവിടെ നിന്നാണ് ഈ പണം വരുന്നത്? ഒരാൾക്ക് പറയാം. ഇത്രമാത്രം ധൂർത്തും പച്ച മലയാളം ഇത്രമാത്രം തെമ്മാടിത്തം ഇത്തരം ആഘോഷങ്ങളുടെ പേരും നടത്തുമ്പോൾ ഇതൊന്നും ചോദിക്കാൻ ഒരാൾ വേണ്ടേ? ഒരാൾ പോലും ഉണ്ടായില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, കെ രാധാകൃഷ്ണൻ വളരെ മാന്യനാണ്, വിനീതനാണ്, വിധേയനാണ്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ അയാൾ മാറ്റിയാൽ അവിടെ വരാനിരിക്കുന്ന ആളാരാണ്? ശരിക്കും വരാനിരിക്കുന്ന ആൾ ലാവ്ലിൻ കേസിനകത്ത് ഇയാളെ സഹായിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരിക്കുന്ന ഒരാളുടെ ബന്ധുവാണ് വരാൻ പോകുന്നത് എന്ന് പറയുന്ന വലിയ പ്രചരണം ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട് ഒരു ഭാഗത്ത്. അതിന് ഇയാൾക്ക് ലാവ്ലിൻ കേസിനകത്ത് ഇയാൾ രക്ഷപ്പെടുത്തി കൊടുക്കുന്നതിൽ സഹായിച്ചിരിക്കുന്ന ഒരു സുപ്രീം കോടതിയുടെ ഒരാളുടെ ഒരു വലിയ പിന്തുണ അതിനകത്തുണ്ട്. മറുഭാഗത്ത് വരുന്നു മറ്റൊരു സവർണനെ അവിടെ ഇരുത്തിയിട്ട് നിങ്ങളുടെ പാർട്ടിയെ രക്ഷിക്കാമെന്ന് പറയാത്തൊരു വാദവും വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇങ്ങനെ എല്ലാം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ വരുന്നത് വെച്ചാൽ പവർ ബാലൻസിങ് മാത്രമാണ് സംഭവം. ഈ പവർ ബാലൻസിങ് ഇടതുപക്ഷത്തിന് ഒരു പണിയായിട്ട് എപ്പോഴാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്? ഈ വ്യാഖ്യാനിക്കപ്പെടുമ്പോഴാണ് ഇയാൾ നിലവിൽ എന്തല്ല, ഇയാൾ നിലവിൽ ഇടതുമല്ല, ഇടതുപക്ഷമാവാൻ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരാളാണ് ഇയാൾ. അത് നിങ്ങളൊക്കെ പറയുമ്പോൾ പറയും ഞാനെന്തോ ഒരു വ്യക്തിപരവുമല്ല സഖാവേ, ഒരു വ്യക്തിപരവുമല്ല. പകരം എന്താണെന്ന് പറഞ്ഞ് പൊതുജനത്തെ ഇത്രമാത്രം ആക്ഷേപിക്കുക, പരിഹസിക്കുക. ഈ പരിഹസിക്കുമ്പോൾ ഞാൻ തിരിച്ച് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇയാളും ഇയാളുടെ മകളും ഇയാളുടെ ഭാര്യയും എവിടെ കിടക്കുമെന്നായിരുന്നു സലീം മടവൂർ പറയാ? എവിടെ കിടക്കും? തീഹാർ ജയിലിനകത്ത് ഗോതമ്പ് കൊണ്ടുവന്നിട്ട് കിടക്കൂലേ? ഒരക്ഷരം നരേന്ദ്രമോദിക്ക് ഉന്നയിക്കാൻ സംസാരിക്കാൻ ഇയാളെ നാവ് പൊങ്ങില്ല ഇയാൾക്ക്. ഈ പൊങ്ങാതിരിക്കുന്ന ഈ വിദ്വാനാണ് എന്ത് ചെയ്തെന്നറിയാം? ഇവിടുത്തെ ഡബിൾ ചെങ്കൽ, ഇരട്ട ചെങ്കൽ നിങ്ങളും നിങ്ങളുടെ മുന്നണിയും പ്രഖ്യാപിച്ചത്. മറുഭാഗത്ത് പറഞ്ഞ ഏറ്റവും വിചിത്രമായ വാദം, കേരളത്തിലെ പൈസ ഇല്ലാതെ വിഷം വാങ്ങാൻ കാശില്ലാതെ നിൽക്കുന്ന സമയത്ത് ഏത് ധൂർത്ത് അവസാനിപ്പിക്കുന്ന നിങ്ങൾ പറയുന്നത് PSCയുടെ ചെയർമാന്റെ പൈസ വർദ്ധിപ്പിച്ചു, ലക്ഷക്കണക്കിന് രൂപ വർദ്ധിപ്പിച്ചു. ശമ്പളം പെൻഷൻ കൊടുക്കുന്ന അവരുടെ പെൻഷൻ, PSC മെമ്പർമാരുടെ പെൻഷൻ അതും വർദ്ധിപ്പിച്ചു. ഇതെല്ലാം ആരോട് ചോദിച്ചിട്ടാണ് വർദ്ധിപ്പിക്കുന്നത്?
ആരോട് ചോദിച്ചാൽ വർദ്ധിപ്പിക്കുന്നത്? നിങ്ങൾ എന്ത് തിരുത്തുമെന്നാണ് നിങ്ങൾ പറയുന്നത്? എവിടെ തിരുത്തുന്ന നിങ്ങൾ പറയുന്നത്? ഇത് തിരുത്താൻ കഴിയില്ലെന്ന് മാത്രമല്ല, അത്തരം ഒരു കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചിന്ത പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ് അയാൾക്ക് അസാധ്യമാണ്. ഈ അസാധ്യമാകുന്ന ഒരു ചിത്രം ഉണ്ടാകുമ്പോഴല്ലേ തിരിച്ചൊന്നും നിങ്ങൾ ആലോചിക്കണ്ടേ? നിങ്ങൾ സോഷ്യലിസ്റ്റ് സഖാവല്ലേ? അലനെയും താഹയെയും കോഴിക്കോട് വെച്ചിട്ട് പിടിച്ചുകൊണ്ട് പോയി വന്നപ്പോ അന്ന് ഇയാൾ പറഞ്ഞിരിക്കുന്ന ഒരു ന്യായമുണ്ട്. ആ പറഞ്ഞ ന്യായം എന്താ അറിയോ? അലനെയും താഹയും ചായ കുടിക്കാൻ പോയതായിരുന്നില്ല എന്ന് പറയുന്ന ഒരു ന്യായമുണ്ട്. ഈ ന്യായം ഇത് ഭീഷണിപ്പെടുത്തലാണ്. അതാ ഇപ്പൊ അവസാനത്തിൽ ഫലത്തിൽ എന്തായി തീരുകയാണ്? ഫലത്തിൽ ഇടതുപക്ഷത്തിന്റെ പേരിൽ CPM സ്വയം ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് രൂപാന്തരം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ കേരളത്തിന്റെ പൊളിറ്റിക്സിനകത്ത്. അതോടൊപ്പമോ ഇയാൾ ഭയപ്പെടാൻ തീരുമാനിച്ചിട്ടില്ല എന്നല്ല, ഇയാൾ ഭയത്തിന്റെ നെടുകയത്തിൽ വീണപ്പോ ഇയാൾ ചെയ്യാനിരിക്കുന്നത് മുഴുവൻ തന്നെ പറ്റി എന്താ അറിയോ? ജനാധിപത്യ വിരുദ്ധതയുടെ പരകോടികൾ മാത്രമേ ഇയാൾക്ക് ഇനി ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. അത്തരം ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇതിനെങ്ങനെ കറക്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. മിസ്റ്റർ സലിം മടവൂറിന്റെ പാർട്ടി ഒരു കാരണവശാലും ചെയ്യാനുള്ള ആരോഗ്യമില്ലാത്ത രീതിയിൽ അതിനെ തൽക്കാലത്തേക്ക് മറ്റു രീതിയിലല്ല ഞാൻ അവിടെ മാറ്റിവെക്കുകയാണ്. പക്ഷേ ഇത് കറക്റ്റ് ചെയ്യാനൊരു പാർട്ടി ഉണ്ട്. ആ പാർട്ടി ആരാ? CPI എന്നും പറഞ്ഞോ. പക്ഷേ ഇതിന്റെ ഇപ്പൊ ഇടക്കാലത്തിന്റെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ആഡ് ഞാൻ കണ്ടു. പിന്നെ മിസ്റ്റർ അനിൽ നമ്പ്യാർ ശ്രീദിവാകരനെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന എന്തോ ഒരു സംഭവത്തിന്റെ ഒരു ആഡ് ഞാൻ കണ്ടു. സ്വാഭാവികമായിട്ടും ശ്രീദിവാകരൻ കുറച്ചു കാര്യം പറയുമായിരിക്കും ഇനി. മറുഭാഗത്ത് പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരാള് അതിന് പിന്നെ വലിയ CPI നേതാവായിരിക്കുന്ന K. ഇസ്മായിൽ. ബാക്കിയുള്ള ആരെങ്കിലും ഒരാൾ അക്ഷരം മുണ്ടിയോ ഇതിനകത്ത്? ഈ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ജനങ്ങളെ പരിഹസിക്കുന്നതിന് മൗനാനുവാദം നൽകുക എന്നാണ് അർത്ഥം. ഈ മൗനാനുവാദം നൽകിയിരിക്കുന്ന അവസ്ഥയെ പിന്തുണയ്ക്കേണ്ടി വന്നിരിക്കുന്ന ഒരു ജനതയുണ്ടായിത്തീരുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അവർ മരിച്ച ജനതയ്ക്ക് തുല്യമാണ്. ഇങ്ങനെ മരിച്ചിരിക്കുന്ന ജനതയ്ക്ക് തുല്യമാകുമ്പോൾ തിരിച്ചാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് അരിവാഴ ചുറ്റിക്ക നക്ഷത്രം കിട്ടിയത് ഇപ്പൊ ആരുടെ ഔദാര്യത്തിലാണ്? സലിം മടവൂർ ആരുടെ ഔദാര്യത്തിലാ? കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ കിട്ടിയ സാധനമല്ലേ ഇതല്ലേ? അല്ലേ? രാജസ്ഥാനിലെ സിച്ചാറിൽ നിന്ന് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്യുമായിരുന്നത്? എന്താ ചെയ്യുക? അപ്പുറത്ത് കിട്ടിയിരിക്കുന്ന ആരാ? DMKയുടെ ഔദാര്യത്തിൽ കിട്ടിയ സാധനമാണ്. തമിഴ്നാട്ടിൽ 2 എണ്ണം തീർന്നില്ലേ? സംഭവ അഭ്യാസം തീർന്നില്ലേ? പിന്നെ ഇവിടെ കിട്ടിയത് എങ്ങനെയാ? നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ അകത്തുള്ള പിന്നെ തർക്കം കാരണമാണ് വാസ്തവത്തിൽ ആലത്തൂർ ആരെ കയ്യിലേക്ക് പോയെന്നറിയോ? ഈ മാന്യൻ ബഹുമാന്യനായിരിക്കുന്ന രാധാകൃഷ്ണനും ഈ ട്രെൻഡിൽ അടിച്ചു തെറിക്കേണ്ടതാണ്. അവിടെ സ്വാഭാവികമായും തെറിക്കേണ്ടതാണ്. അത് തെറിക്കാതെ പോയിരിക്കുന്നതിൽ പിന്നീട് അത് ഒരു പക്ഷേ സ്വാധീനിച്ചിട്ടുണ്ടാകുക. ആലത്തൂരിൽ മത്സരിച്ചിട്ടുള്ള പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി ഒരു പ്രൊഫസർ, ഒരു ടീച്ചർ, ആ ടീച്ചർ പിടിച്ചിരിക്കുന്ന വോട്ട് പലപ്പോഴും എന്തായിട്ടാവാന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പിന്നെ ആലത്തൂരിലെ പിന്നെ രമ്യ ഹരിദാസ് ആ പെൺകുട്ടിയുടെ പരാജയത്തിൽ ഒരുപക്ഷെ ആക്കം കൂട്ടിയിട്ടുണ്ടാവാം. മറ്റല്ല നിങ്ങളുടെ മഹത്വമോ സംഘടനാപരമായിരിക്കുന്ന മിഷണറിയുടെ മികവോ കൊണ്ടോ ജയിച്ചതല്ല വാസ്തവത്തിൽ അവിടെയും. ഓരോ ഘട്ടത്തിലും യോഗത്തിന് ശേഷം എന്തായിരിക്കും നമ്മുടെ MV ഗോവിന്ദൻ പറയാൻ പോകുന്നത് മാധ്യമങ്ങളോട്? ഇപ്പം 4 ദിവസം വലിയ യോഗം നടക്കുകയാണല്ലോ. ഈ യോഗത്തിൽ പിണറായിയെ ചോദ്യം ചെയ്യുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല. ഞങ്ങൾ തിരുത്തും. മൂപ്പര് പറയുന്ന കാര്യം അയാൾക്ക് മനസ്സിലാവില്ല, ഒരാൾക്ക് മനസ്സിലാവില്ല, ഒരൊറ്റയാൾക്ക് മനസ്സിലാവില്ല. ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല, ഒരാൾക്ക് മനസ്സിലാക്കാൻ. തിരുത്തുന്നതിന്റെ ലക്ഷണത്തിന്റെ വിദൂര സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ കുറിലോ തിരുമേനിയോട് ഈ പറയുന്ന കമന്റ് ഇന്ന് പാസ്സാക്കുവോ? സംഭവം എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഓടി രക്ഷപ്പെടേണ്ടത് എന്നുള്ളൊരു അവസ്ഥ നിൽക്കുമ്പോഴാണ് ചില വിവരദോഷികൾ ഇതിനകത്തുണ്ട്. വല്ല ആവശ്യമുണ്ടോ പറയേണ്ടത്? വല്ല ആവശ്യമുണ്ടോ? ഒന്നുമില്ലെങ്കിൽ അത് കേട്ട് ഒഴിവാക്കാൻ മാത്രം എനിക്ക് വിമർശനം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി അദ്ദേഹത്തോട് സ്വകാര്യമായി പറയാൻ മാത്രം ഉണ്ടാകുന്ന ധൈര്യം ഇയാൾ കാണിക്കട്ടെ. അതിന് പകരം ആടുകളുടെ മുമ്പിൽ ഞാൻ ഭയങ്കരനാണ് എന്ന് കാണിക്കാനാണോ? ഇതൊരു പക്ഷേ എന്തിൻ്റെയും കൂടി ഭാഗമായിരിക്കാം. സ്വാഭാവികമായും ജോസ് കെ മാണി മുന്നണി വിടാൻ ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും. കാരണം രാജ്യസഭാ സീറ്റെല്ലാം വരുന്നതല്ലേ. RJD എത്ര നിലവിളിച്ചാൽ പോലും RJDക്ക് മന്ത്രിസ്ഥാനം കിട്ടാൻ പോകുന്നില്ല, രാജ്യസഭാ സീറ്റ് കിട്ടാൻ പോകും. ഞാനിത് തമാശയായിട്ട് പറയുന്നതല്ല. തരാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ കഴിയാത്തൊരു ചിത്രം അഖിലേന്ത്യാ രാഷ്ട്രീയത്തിനും ദേശീയ രാഷ്ട്രീയത്തിനും രൂപപ്പെടുമ്പോൾ ഇയാൾക്ക് ചെയ്യാനുള്ള ഏക മാർഗം എന്താണ്? ഇത്തരത്തിലുണ്ടാക്കുന്ന അഹങ്കാരങ്ങൾ ഉണ്ടാക്കി ഭയപ്പെടുത്തിയിരിക്കുന്ന ജനങ്ങളെ വീണ്ടും ഭയപ്പെടുത്തുക സംഭവമാണ്. ഇനി ഒന്ന് നിങ്ങൾ ആലോചിച്ചോ, ഈ കേരളത്തിലെ ജനതയും പ്രത്യേകിച്ച് കേരളത്തിലെ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളും ഇനി ഭയപ്പെടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന മുന്നറിയിപ്പാണ് സഖാവേ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് തന്നത്. അത് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് മുന്നണിക്കകത്തുള്ള ഘടകകക്ഷി എന്ന നിലയിൽ നിങ്ങളും സ്വാഭാവികമായ സമരത്തിന് ഇറങ്ങണം. അല്ലെങ്കിൽ ജനാധിപത്യത്തിനായുള്ള അവകാശ സമരത്തിനകത്ത് പങ്കാളിയാവാൻ ശ്രമിക്കണം. ഇല്ലാത്ത പക്ഷം നേരത്തെ പിന്നെ BJPയുടെ വക്കീൽ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ അപകടം സത്യത്തിൽ ഞാൻ വലിയ അപകടം എന്താന്ന് പറഞ്ഞാൽ കേരളം
സമ്പൂർണ്ണമായും BJP-യുടെ കയ്യിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. നിലവിലുള്ള ചിത്രം അതാണ്. ഈ ചിത്രം, അതായത് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് BJP-ക്ക് ഇപ്രാവശ്യം ഉണ്ടാക്കുന്ന വോട്ടിന്റെ വർധനവ് എത്രയാണെന്ന് പറയുക? എത്രയാണെന്ന് അറിയുക? 1.5 ലക്ഷം വോട്ടാണ് പിടിച്ചത്. 1.5 ലക്ഷം വോട്ട്. ഇയാൾ വോട്ട് ചെയ്തിരിക്കുന്ന ബൂത്തിനകത്ത് ഉണ്ടാക്കുന്ന വർധനവ് എത്രയാണെന്ന് അറിയുക? എത്രയാണെന്ന് അറിയുക? 140 വോട്ടാണ് വർദ്ധിച്ച്. അറിയോ നിങ്ങൾ? അത് എവിടെയാണെന്ന് അറിയുക? ഇയാളെ വീടിരിക്കുന്ന സ്ഥലത്തായി വർദ്ധിച്ച്. ഞാൻ താമസിക്കുന്ന വീടിന് പാണ്ഡ്യാലമുക്ക്, ആ പാണ്ഡ്യാലമുക്കിന്റെ ചുറ്റുവട്ടത്തുണ്ടായിരിക്കുന്ന BJP പെട്ടിരിക്കുന്ന പ്രവർത്തകരുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങളിപ്പോൾ വേറെ ആരുടെ ഒന്നും സ്വകാര്യം അന്വേഷിച്ച് നോക്കിയാൽ മതി. സ്വകാര്യം അന്വേഷിച്ച് നോക്കിയാൽ മതി, എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത് ഓരോ പ്രദേശങ്ങൾക്കകത്തും ഇത്തരത്തിലുണ്ടാക്കുന്ന വർധനവ് ഇതിനകത്ത് ഉണ്ടായിത്തീരുന്നതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ടിരിക്കുന്ന പ്രശ്നം മനുഷ്യന്മാരോട് മാന്യമായി പെരുമാറാൻ ആദ്യം പഠിക്കുക. മാന്യമായി പെരുമാറാൻ പഠിക്കുക. ഈ മാന്യമായി അമാന്യമായി പെരുമാറി കീഴ്പ്പെടുത്തി കളയാമെന്ന് പറഞ്ഞാൽ ഒരാളും കീഴ്പ്പെടില്ല സഖാവേ, ആരും കീഴ്പ്പെടില്ല. കാരണം മനുഷ്യൻ എന്താ പറഞ്ഞാൽ മനുഷ്യന് പ്രൊട്ടസ്റ്റ് ചെയ്തേ പറ്റൂ, റെസിസ്റ്റ് ചെയ്തേ പറ്റൂ. അത് മനുഷ്യ സഹജമായ വികാരമാണ്. ഈ വികാരത്തിന് പകരം ഞങ്ങളെല്ലാവരും നിങ്ങൾ ഈ പറയുന്ന തമ്പ്രാന്റെ മുമ്പിൽ ഓച്ചാനിക്കണമെന്ന് പറയുമ്പോൾ അത് വളരെ അത് അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇയാൾ ഉപയോഗിക്കുന്ന ഭാഷ, ഇയാളുടെ രീതി, ഇയാളുടെ പെരുമാറ്റം ഇതൊന്ന് ആലോചിക്കുക. മൈക്കൊന്ന് ഇടങ്ങാറായി പോയി കഴിഞ്ഞാൽ അപ്പോ ഇയാളുടെ സ്വഭാവം അങ്ങ് മാറുകയാണ്. ഒരു പ്രസംഗം നന്നായി എന്ന് അയാളെ ബോറാക്കി പറഞ്ഞു തന്നാ അപ്പം കുട്ടി, അത് വേറെ വിഷയം. പക്ഷേ എങ്കിൽ പോലും അമ്മാര് കമന്റ് ഇവിടെ വേണ്ട. ഇയാൾ ആര് പോയേ ഇങ്ങനെ സംസാരിക്കാൻ? ഇയാൾ ആര് പോയേ? ഒരു മന്ത്രിസഭക്കകത്ത് ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആരാണ് വാസ്തവത്തിൽ? അയാൾക്ക് ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കണമെങ്കിൽ അയാൾ ക്യാബിനറ്റിനകത്ത് അയാൾ വെക്കുന്ന ഒരു പ്രപ്പോസലാണത്. ആ പ്രപ്പോസലിന് മറ്റ് മന്ത്രിമാരുടെ പിൻബലവും കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതെന്തായി തീരുക എന്നറിയോ? ജനാധിപത്യപരമായി ഒരു തീരുമാനം. ഇതിനകത്ത് മുഴുവൻ മന്ത്രിമാരും പറയുന്നത് എന്താണ്? ഒറ്റ വാക്കേ പറയൂ. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കും. ഇയാൾ ആര് ബ്രഹ്മാവോ? ഒരു മന്ത്രിക്കില്ലാതിരിക്കുന്ന ഒരു അധികാരവും ആർക്കില്ല? മുഖ്യമന്ത്രിക്കില്ല. ഭരണഘടനാപരമായുമില്ല. ഇല്ല എന്ന വസ്തുത ഭരണഘടനാപരമായി നിൽക്കെ ഇതല്ല ഇയാളോട് ചോദിച്ചാൽ മാത്രമേ ഇത് സാഹചര്യം ബൾബാൻ പറ്റൂ എന്ന് പറയാൻ എന്താ ന്യായെന്ന? ഇത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സംവിധാനത്തെ മാറ്റി തീർക്കുമ്പോൾ ഇതിൽ കിട്ടാനിരിക്കുന്ന കൂലി എന്നത് മനോഹരമായി ഏറ്റുവാങ്ങുക എന്നതാണ്. അതിൽ ഏറ്റവും ജനാധിപത്യപരമായിരിക്കുന്ന സൗന്ദര്യം അതാണ് അതിന്റെ മാന്യതയും അതിന്റെ മര്യാദയും. അതുകൊണ്ട് ഇനിയും കൂടുതൽ വഷളാവാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ? ജനങ്ങളോട് മാന്യമായി പെരുമാറാൻ പഠിക്കുക എന്നാണ്. പക്ഷെ നിങ്ങൾ അതൊരിക്കലും ചെയ്യില്ല. അത് സാധ്യമല്ല. ഇനിയെങ്കിലും യാഥാർത്ഥ്യങ്ങൾ പറയുന്നവരെ കൂടുതൽ ശ്രമിക്കാനുള്ള സഹിഷ്ണുത കാണിക്കണം. പിണറായി വിജയന്റെ ശൈലി നിങ്ങളും ഏറ്റെടുക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ബി ഗോപാലകൃഷ്ണൻ, പുരോഹിതന്മാർക്കിടയിലും ചില വിവരദോഷികൾ ഉണ്ടാവുമെന്ന് ഈ ഘട്ടത്തിൽ അദ്ദേഹം പറയാനുള്ള കാരണം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സഭ കൂടെ നിന്നില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല. എന്തൊക്കെയോ അദ്ദേഹം പ്രതീക്ഷിച്ചു, പക്ഷെ അതുണ്ടായില്ല. ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കില്ല ഈ വിമർശനം വന്നത്, അല്ലേ? അതുമാത്രമല്ല, പിണറായി വിജയൻ്റെ സമനില തെറ്റിയിരിക്കുകയാണ്. ഞാൻ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാം. അതിനു മുമ്പ് പാണ്ഡ്യാല ഷാജി പറഞ്ഞ ഒരു കാര്യത്തിനോടൊന്ന് പ്രതികരിച്ചോട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഷാജി, കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റിയ ഇന്നത്തെ അപകടം എന്ന് പറയുന്നത് ഈ പിണറായി വിജയനെ പോലെയുള്ള മൂന്നാംകിട മാടമ്പിമാരായ മാർക്സിസ്റ്റ് നേതാക്കന്മാരെ കേരളം നെഞ്ചിലേറ്റി എന്നുള്ളതാണ്. കമ്മ്യൂണിസത്തെ കേരളം നെഞ്ചിലേറ്റി എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ അപകടം. കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഈ മൂന്നാംകിട രാജ്യവിരുദ്ധരായ മാർക്സിസ്റ്റ് നേതാക്കന്മാരെ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അവർ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കേരളത്തിലെ നേതാക്കന്മാരായി ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് കേരളീയ ജനതയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അതുകൊണ്ട് നാൾക്ക് നാൾ കേരളം താഴുകയാണ്, അഗാധഗർത്തത്തിലേക്ക് കടബാധ്യതയിൽ താഴുകയാണ്, അഴിമതിയിൽ താഴുകയാണ്, സ്വജനപക്ഷാപാതത്തിൽ താഴുകയാണ്. എന്തിന്? ഏറ്റവും വലിയ ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായ ഇസ്ലാമിക് ഭീകരതയിൽ ഈ കേരളം വല്ലാതെ വരിഞ്ഞു മുറുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിയില്ലേ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായ വടകരയിലെ ടീച്ചർ, വടകരയിൽ മത്സരിച്ച ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അത് CPMൻ്റെ ഒരു സൗമ്യമുഖമാണ് എന്നാണ് അവർ അവതരിപ്പിച്ചത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിലുള്ള മുസ്ലിം
വ്യക്തികൾ പോലും, സഖാക്കന്മാർ പോലും, മുസ്ലിം സഖാക്കന്മാർ പോലും അവരുടെ മതപരമായ തീക്ഷ്ണമായ വർഗീയത കൊണ്ട് മുസ്ലിം ഭീകരതയോടൊപ്പം നിലനിന്ന് അവർ ജയിപ്പിച്ചത് മുസ്ലിം നാമധാരിയായ UDF-നെയാണ്. നിങ്ങളായിരുന്നല്ലോ പാകിസ്ഥാന് വേണ്ടി വാദിച്ചത്, നിങ്ങളായിരുന്നല്ലോ ഇസ്രയേലിനെതിരെ കൊമ്പ് കോർത്തത്, നിങ്ങളായിരുന്നല്ലോ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. നിങ്ങൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരുന്നല്ലോ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ രണ്ടാംകിട പൗരന്മാരാണെന്നും നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ചതും. പക്ഷെ എന്താണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ? എന്താണ് സംഭവിച്ചത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ അറിയുവാൻ വേണ്ടിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് CPM-ലെ ഹിന്ദുക്കൾ അറിയാൻ വേണ്ടി. നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിം വർഗീയതയെ പരമാവധി തീപിടിപ്പിക്കാൻ ശ്രമിച്ച പിണറായിയോടൊപ്പമല്ല അവർ നിന്നത്. വടകരയിൽ അവർ ടീച്ചർക്കല്ല വോട്ട് ചെയ്തത്, വടകരയിൽ അവർ വോട്ട് ചെയ്തത് മുസ്ലിം നാമധാരിക്കാണ്. അവർക്കറിയാം പിണറായി വിജയൻ്റെ ഇടതുപക്ഷത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് അവർ കൂട്ടത്തോടെ UDF-ന് വോട്ട് ചെയ്തു. പക്ഷേ മുസ്ലിം വർഗീയതയ്ക്കെതിരെ, മുസ്ലിം മത ഭീകരവാദികൾക്കെതിരെ ശബ്ദമുയർത്തിയ, പ്രതികരിച്ച പാവപ്പെട്ട SNDP-ക്കാർ, പാവപ്പെട്ട ദളിത് വിഭാഗക്കാരൻ അവരെ അവഗണിച്ചു, അവരെ മാറ്റി നിർത്തി. അവർക്കെതിരെ മുദ്രാവാക്യം മുഴക്കാൻ ഇടതുപക്ഷം തന്നെ തയ്യാറായി. അഭിമന്യുവിൻ്റെ കാര്യം കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ക്രമേണ CPM-ലെ ഹിന്ദുക്കൾ അത് തിരിച്ചറിയുന്നു. അതിൻ്റെ തെളിവാണ് 1,00,000 വോട്ടാണ് ആലപ്പുഴയിൽ കുറഞ്ഞത്. പിണറായിയുടെ പാറപ്പുറത്തും അതുപോലെ പിണറായിയുമായി ബന്ധപ്പെട്ട കണ്ണൂർ ജില്ലയിലെ മറ്റു പല സ്ഥലങ്ങളിലും വോട്ടുകൾ കുറഞ്ഞു എന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ. അതുമാത്രമല്ല, ഇന്ന് BJP 2ാം സ്ഥാനത്തെത്തിയിട്ടുള്ള 11 മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലങ്ങളാണ്. 2019-നെ അപേക്ഷിച്ച് 2% വോട്ട് കുറവാണ്. ഇതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വൈതരണി. SFIയുടെ നേതൃത്വം ഈ ഇസ്ലാമിക് ഭീകരവാദികളായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അതുകൊണ്ടാണ് അവർ സരസ്വതിയുടെ നഗ്നചിത്രം വരച്ചു വെക്കുന്നത്. അതുകൊണ്ടാണ് അവർ അയ്യപ്പനെ ഗോപ്യമായ രീതിയിൽ, അയ്യപ്പൻ്റെ ആ ഒരു ചിത്രം വരച്ച് അസഭ്യമായ രീതിയിൽ അവരത് എഴുതി വെക്കുന്നത്, അവരത് വരച്ചു വെക്കുന്നത്. ഭാരതമാതാവ്, ആ ഭാരതമാതാവിനെ ഒരു വേശ്യപ്പെണ്ണ് എന്ന് ചിത്രീകരിച്ച് മാഗസീൻ ഇറക്കുന്നത്. ഇവിടെയെല്ലാം മൗനമാണ് ഇടതുപക്ഷം ചെയ്യുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? ഇടതുപക്ഷത്തിനെതിരായി ഈ ഇസ്ലാമിക ഭീകരവാദികൾ അതിശക്തമായ പോരാട്ടത്തിന്, ഈ ഇസ്ലാമിക ഭീകരവാദികൾ ഇടതുപക്ഷവുമായി ചേർന്ന് പോരാട്ടത്തിന് തയ്യാറാവുന്നതിൻ്റെ കൂടെ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാനും ശ്രമിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഈ ചർച്ചയിൽ പറയാനുള്ളത്, പാണ്ഡ്യാല ഷാജി ഏറ്റവും വലിയ അപകടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയാണ് കേരളത്തെ തകർക്കുന്നത്. അതുകൊണ്ട് ഈ കേരളത്തിൻ്റെ തകർച്ചയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അധികാരം ദേശീയധാരയായ BJP-യിലേക്ക് പോകണം. അത് കേരളത്തിലെ സുഗന്ധമേ പരത്തൂ, യാതൊരു സംശയവുമില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, സ്റ്റാലിൻ ആയാലും അതുപോലെ മാർക്സ് ആരായാലും ഇവരുടെയൊക്കെ ശരീരഭാഷ ശ്രദ്ധിക്കണം. ഹലോ പറഞ്ഞോളൂ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പെട്ടെന്ന് പറഞ്ഞോളൂ, സമയമില്ല. ഹലോ, പൂർത്തിയാക്കാം. ശരി. അപ്പോൾ ഇവരുടെയൊക്കെ ശരീരഭാഷ, നിങ്ങൾ പിണറായി വിജയൻ്റെ ശരീരഭാഷ സ്റ്റാലിൻ്റെ ശരീരഭാഷയാണ്. സ്റ്റാലിൻ മേൽപോട്ടാണ് തലമുടി ചെയ്യുക, പിണറായി വിജയന് മേൽപോട്ടാണ് തലമുടി ചെയ്യുക. സ്റ്റാലിൻ്റെ ശരീരഭാഷയാണ് പിണറായിയുടെ ശരീരഭാഷ. അതുകൊണ്ട് ഈ സമൂഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ ഇടതുപക്ഷത്തോടൊപ്പം ഈ കേരളത്തെ വഞ്ചിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഒട്ടും 1 ഇഞ്ച് പോലും ഇനി മുന്നോട്ട് പോകില്ല. ഇടതുപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ട് ചോർച്ച ഇന്ന് കോൺഗ്രസിനാണ്. പക്ഷെ അതേ സമയത്ത്
4% വോട്ട് വർധനവ് നരേന്ദ്രമോദി നയിക്കുന്ന BJPക്കാണ്. Yes. കാലം കാത്തുവച്ചിരിക്കുന്ന മറുപടിയാണ് പിണറായിക്ക് കിട്ടിയിരിക്കുന്നത്. കാലം കാത്തുവച്ചിരിക്കുന്ന അമൂല്യമായ സമ്പത്ത് അത് ഈ കേരളത്തെ രക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകുകയായിരുന്നു. സുരേഷ് ഗോപിയിലൂടെ കേരളത്തിലെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വിജയം മാത്രമല്ല, കോൺഗ്രസും CPM-ഉം നാളെ ഒന്നാവാൻ പോവാ. ഞാൻ നിർത്താൻ പോവാ. കോൺഗ്രസും CPM-ഉം നാളെ ഒന്നാവാൻ പോവാ. ബംഗാളിൽ ഒന്നായപ്പോൾ CPM-ന് വട്ടപൂജ്യവും കോൺഗ്രസിന് ഒരു സീറ്റും കിട്ടി. നാളെ കോൺഗ്രസും ഈ CPM-ഉം ഒന്നാവാൻ പോകുന്ന കേരളം, ആ കേരളം യാതൊരു സംശയവുമില്ല ത്രിപുര പോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വെന്നിക്കൊടി പാറുന്ന ഒരു സംസ്ഥാനമായി മാറാൻ പോകുകയാണ്. അതായിരിക്കും കേരളത്തിൻ്റെ ഭാഗ്യം. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം കേരളത്തിന് ഭാഗ്യമല്ല. BJPയുടെ ഭരണവും BJPയുടെ വളർച്ചയുമാണ് കേരളത്തിന് ഭാഗ്യം. അതൊരിക്കലും കേരളത്തിന് അപകടമല്ല എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. യെസ്, സലീം മടവൂർ, ഈ പശ്ചാത്തലത്തിൽ ഇനിയും ഇവരുടെ ചവിട്ടും കുത്തും തൊഴിയും ഒക്കെ സഹിച്ച് തുടരാനാണോ ആഗ്രഹിക്കുന്നത്, അതോ എത്രയും പെട്ടെന്ന് ആ മുന്നണിയിൽ നിന്ന് ചാടി ഓടി രക്ഷപ്പെടാനാണോ ആഗ്രഹിക്കുന്നത്? എനിക്ക് തടസ്സമില്ലാത്തൊരു മിനിറ്റ് തരണേ, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ എത്ര വൃത്തികെട്ട വർഗീയതയാണ് പറയുന്നത്. ഇത്ര വർഗീയത മതം പറഞ്ഞുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഇടപെടുന്നത് എങ്ങനെയാണ്? ഞാൻ ചോദിക്കട്ടെ, വടകരയിൽ ഷാഫി ജയിച്ചാല് അങ്ങനെയാണ് കോഴിക്കോട്ടെ മുസ്ലിങ്ങൾ പറയട്ടെ പറഞ്ഞില്ലേ കേരളത്തില് മുസ്ലിം രണ്ടാംകിട പൗരന്മാരാണ്? പ്ലീസ് കരീമിന് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. എളമരം കരീമിന് കോഴിക്കോട് മണ്ഡലത്തിലെ മുസ്ലിങ്ങൾ കൂട്ടമായി വോട്ട് ചെയ്തില്ല. ഈ മലബാറിലെ എല്ലാ മണ്ഡലത്തിലെയും ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രത്തിൽ കോൺഗ്രസ് വന്നാൽ മാത്രമേ പരിഹാരമുണ്ടാവൂ എന്നുള്ളൊരു ധാരണയിൽ മൊത്തമായി വോട്ട് മറിഞ്ഞു. അതിനെ നിങ്ങളൊരു വർഗീയമായിട്ട് മുസ്ലിങ്ങൾ മറിച്ച് ചെയ്തു, അല്ല എന്നെ ഒരു സ്ഥാനാർത്ഥിക്ക് വടകരയിൽ മാത്രം ഷാഫിക്ക്, അതിനോട് എനിക്ക് യോജിപ്പില്ല. അല്ല, 2019 ഇത് തന്നെയാണ് പറഞ്ഞത്. 2019 ഇത് തന്നെയാണ് പറഞ്ഞത്. 5 വർഷം കഴിഞ്ഞിട്ടും ഈ മുസ്ലിം വിഭാഗത്തെ കൂടെ നിർത്താൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ദേശീയ തലത്തിൽ കോൺഗ്രസ് വരണമെന്ന് ഒരു വിഭാഗം മുസ്ലിങ്ങൾ ചിന്തിച്ചതിന്റെ പ്രശ്നമാണ് അവിടെ ഉള്ളത്. അത് തന്നെയാണ് ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ ഇത്രയും വർഗീയത പറയുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്നു, എന്തുകൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷനിൽ മേയർ ആവാൻ വേണ്ടി മത്സരിച്ച ശ്രീ ഗോപാലകൃഷ്ണൻ എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളൊരു ഉത്തരം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെയുണ്ട്. ഇങ്ങനെ വർഗീയത പ്രചരിപ്പിച്ചാൽ സലീം മടവൂര്, നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ പരസ്യമായിട്ട് മുസ്ലിം രണ്ടാംകിട പൗരന്മാരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് നിങ്ങൾ അതിന് മറുപടി പറ. കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇതിന് മറുപടി പറ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രണ്ടാംകിട പൗരന്മാരാണെന്ന് പിണറായി പറഞ്ഞത് വർഗീയതയല്ലേ? മിസ്റ്റർ മടവൂർ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രണ്ടാംകിട പൗരന്മാരാണെന്ന് പറഞ്ഞത് വർഗീയതയല്ലേ? ഇത്തരം നിലപാട് എടുത്തുകൊണ്ടാണ് തോൽപ്പിച്ചു. പിണറായി വിജയൻ വർഗീയത പറയുന്നതുകൊണ്ടാണ്. അങ്ങനെ പറയരുത്. രാഷ്ട്രീയത്തിൽ പച്ചയായി വർഗീയത പറയരുത്. ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ലാന്ന്. ഇടതുപക്ഷത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ കൂടെ തന്നെ നിൽക്കും അല്ലേ സലീം മടവൂർ? അതെന്നെ പ്രതീക്ഷിക്കാം. ഇടതുപക്ഷം ശക്തിപ്പെടുകയല്ല, തിരുത്തുകളികൾ വരുത്തിക്കൊണ്ട് ഇടതുപക്ഷം ശക്തിപ്പെടും, തിരുത്തും ശക്തിപ്പെടും. അങ്ങനെ വരും ഇടതുപക്ഷം. ഓക്കെ, എന്തായാലും രാജാവ് വിമർശനങ്ങൾക്ക് അതീതനല്ല എന്ന ആ ഒരു നിലപാടാണ് ഇപ്പോഴും പിണറായി സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് കുറിലോസിന് എതിരെ ഉള്ള ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരുപക്ഷെ പിണറായിക്ക് നികൃഷ്ടജീവികളായിരിക്കാം, വിവരദൂഷികളായിരിക്കാം, പക്ഷേ ഈ പാർട്ടിക്ക് അകത്തുള്ളവർ തന്നെ, മുന്നണിക്കകത്തുള്ളവർ തന്നെ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചില്ലെങ്കിൽ, നേരത്തെ ഈ പാനൽ പങ്കെടുത്ത നമ്മുടെ അതിഥികൾ പറഞ്ഞ വലിയൊരു ദുരന്തം ഈ പ്രസ്ഥാനത്തെ, ഈ മുന്നണിയെ കാത്തിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.